പണ്ട് കൗശികൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഇദ്ദേഹം തൻ്റെ 100 മക്കളും പിന്നെ പരിചാരകരും സൈന്യവൃന്ദവും ഒക്കെ ആയിട്ട് ഒരു യാത്ര പോവുകയും യാത്രാമധ്യേ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ കുറച്ചു നേരം തങ്ങുകയും ചെയ്തു. അവിടെ വെച്ച് ഇദ്ദേഹം കാമധേനു എന്ന പശുവിനെ കണ്ടു. അതിനെ വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. വസിഷ്ഠനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തരികയില്ല എന്ന് പറഞ്ഞു. 1,00,000 പശുക്കളെ പകരം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും വസിഷ്ഠൻ സമ്മതിച്ചില്ല. കാമധേനുവിന് തരികയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ രാജാവ് കാമധേനുവിനെ പിടിച്ചു കെട്ടാൻ നോക്കി. പക്ഷേ കാമധേനു ഒന്ന് അമറുകയും അപ്പോൾ അസംഖ്യം സൈന്യം കാമധേനുവിൽ നിന്ന് പുറപ്പെട്ട് ഈ രാജാവിൻ്റെ സൈന്യത്തിനെ മുഴുവൻ തോൽപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 99 മക്കളെയും കൊന്നുകളഞ്ഞു. അപ്പോഴാണ് തപശക്തിയെപ്പറ്റി രാജാവിന് ബോധ്യം വന്നത്. തനിക്ക് തപശക്തിയേക്കാൾ കൂടുതൽ ബലമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഈ രാജാവ് തൻ്റെ യുദ്ധത്തിലുള്ള നൈപുണി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു, വരം വാങ്ങി. എന്നിട്ട് ആ ശക്തിയോടുകൂടി വീണ്ടും വസിഷ്ഠൻ്റെ അടുത്ത് യുദ്ധത്തിന് ചെന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ച് കളഞ്ഞു. പക്ഷേ വസിഷ്ഠൻ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ആ മൂളലിൽ നിന്ന് അഗ്നി ഉണ്ടായി വരികയും ഈ രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്തു. അതോടെ ഇദ്ദേഹത്തിൻ്റെ തപശക്തിയെപ്പറ്റി ബോധ്യം വന്നു. ഒരു രാജാവിൻ്റെ ശക്തിയേക്കാൾ വലുതാണ് തപശക്തി. അങ്ങനെയാണെങ്കിൽ വസിഷ്ഠനേക്കാൾ വലിയൊരു സന്യാസിയായി തീരണം തനിക്കൊരു ബ്രഹ്മർഷിയായി തീരണം എന്ന ആഗ്രഹത്തോടെ ഇദ്ദേഹം തപസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹമാണ് വിശ്വാമിത്ര മഹർഷി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജർഷി എന്ന പദവിയെ കൊടുത്തുള്ളൂ, ബ്രഹ്മർഷി പദവി കൊടുത്തില്ല. പിന്നീട് അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു. അപ്പോൾ വീണ്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മഹർഷി എന്ന പദമാണ് കൊടുത്തത്. അപ്പോഴും ബ്രഹ്മർഷി പദം കൊടുത്തില്ല. ഈ കൊടുക്കാതിരുന്നതിന് കാരണമുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റുന്നില്ല എന്ന ദേവന്മാർക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. ഈ ബ്രഹ്മർഷി പദം കൊടുക്കുന്നതിന് മുമ്പ് പല വിധത്തിൽ അവർ വിശ്വാമിത്രനെ പരീക്ഷിച്ചു. ഈ പരീക്ഷണങ്ങളൊക്കെ കടന്ന് അദ്ദേഹം അവസാനം ബ്രഹ്മർഷി പദത്തിൽ എത്തുക തന്നെ ചെയ്തു. ആ കഥ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഒന്ന് കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.